ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രോ. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി BSc മാത്സിലെ 3rd സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ്. ആദ്യം തന്നെ നമുക്കിതിന്റെ ബേസിക് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇത് 3rd സെമസ്റ്ററിലെ കോഴ്സ് ആണ്. നമ്മുടെ കോഴ്സിന്റെ പേര് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്നാണ്. ഇതൊരു മേജർ ആയിട്ടുള്ള കോഴ്സ് ആണ്. അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി പറയുന്ന ടെക്സ്റ്റ് ഏതാണ്? കാൽക്കുലസ് ആൻഡ് അനാലിറ്റിക് ജിയോമെട്രി. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മേജർ കോഴ്സ് പഠിക്കുമ്പോൾ അതേ ടെക്സ്റ്റ് ബുക്കിലെ ചില ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, തോമസ് ആൻഡ് ഫിന്നി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ടെക്സ്റ്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ സെക്കൻഡ് മൊഡ്യൂള് കണ്ടന്റ് ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂള്. തേർഡ് മൊഡ്യൂൾ ഉണ്ട്. അതേപോലെ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ ഉണ്ട്. അതേപോലെ നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂള്, അത് നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല, പ്രാക്ടിക്കം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് കോളേജസിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യിക്കും, പക്ഷെ അത് എക്സാം ആയിട്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പാരാമെട്രൈസേഷൻ ഓഫ് പ്ലെയിൻ കർവ്സ്. പ്ലെയിൻ കർവ്സിന്റെ പാരാമെട്രൈസേഷൻ ആണ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പ്ലെയിൻ കർവ് എന്ന് പറഞ്ഞ മീനിങ്, നിങ്ങൾക്ക് ഒരു XY പ്ലെയിനിൽ, ഓക്കെ, ഒരു XY പ്ലെയിൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു കർവ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഷേപ്പുള്ള കർവ് ഉണ്ട്. ആ കർവിനെ നമ്മൾ എന്ത് ചെയ്യാം? പാരാമെട്രൈസ് ചെയ്യാം. എന്താണ് പാരാമെട്രൈസേഷൻ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഒരു പ്ലെയിൻ ഉള്ള ഒരു കർവിനെ പാരാമെട്രൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. If x and y are given as continuous functions, x equal to f of t, y equal to g of t over an interval of t values. നമുക്ക് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സും വൈ എന്താണ്? രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ x equal to f of t, അതായത് t എന്നുള്ള വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ് f, അതാണ് എന്ത് x. അതേപോലെ g എന്നുള്ളത് മറ്റൊരു അതേ വേരിയബിൾ, t എന്നുള്ള വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ് g, എന്ന് പറഞ്ഞാൽ g of t equal to y ആണ്. അപ്പൊ എക്സും വൈ എന്താണ്? രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് പെൻ എടുക്കാതെ ഈ രണ്ട് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഓക്കെ, നോക്കൂ. Then the set of points x, y, നമ്മൾ എന്ത് ചെയ്യുക? x, y എന്നുള്ള രൂപത്തിൽ ഇതിനെ എഴുതുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? x എന്ന f of t ആണ്, y എന്ന് പറഞ്ഞാൽ g of t ആണ്. ഓക്കെ, defined by these equations is a curve in the coordinate plane. ഇനി നോക്കൂ, നമ്മൾ ഇങ്ങനത്തെ x, y എന്നുള്ള പോയിന്റ്സിന്റെ ഒരു കളക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മളൊരു പ്ലെയിനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്, അതിന് എന്തുണ്ടാവും? ഒരു x, y ഉണ്ടാവും. അതുപോലെ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്, അതിനും എന്തുണ്ടാവും? ഒരു x, y ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്തു? കുറെ പോയിന്റ്സിന്റെ ഒരു കളക്ഷൻ എടുത്തു. എന്നിട്ട് അതിനെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ മീനിങ് എന്താ? അതൊരു കർവ് ആവില്ലേ? ജോയിൻ ചെയ്ത ഒരു കർവ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? x, y എന്നുള്ള പോയിന്റ്സിന്റെ ഒരു സെറ്റ് എടുക്കുക. ഓക്കെ, അതിനെ ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പോയിന്റ്സിന്റെ സെറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഒരു കർവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ കർവിന്റെ ഡെഫിനിഷൻ എന്താണ്? ബേസിക് ആയിട്ട് സെറ്റ് ഓഫ് പോയിന്റ്സ് ഓഫ് ദി ഫോം x, y ഈക്വൽ ടു f of t, g of t. ഓക്കെ, അതാണ് കർവിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, ഇനി നോക്കൂ, the equations are parametric equations for the curve. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് പറയുന്നത്? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, x, y ഈക്വൽ ടു f of t, g of t ഫോമിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എന്ന് പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, the variable t is a parameter for the curve and its domain I is the parameter interval. നോക്കൂ, ഇതിലൊരു വേരിയബിൾ ഉണ്ടല്ലോ, t എന്നുള്ള വേരിയബിൾ. ആ വേരിയബിൾ നമ്മൾ എന്ത് പറയുന്നത്? പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ t നമ്മൾ പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ t എന്നുള്ള വേരിയബിൾ എവിടെ നിന്നാണ് വാല്യൂസ് എടുക്കുന്നത്? tക്ക് നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? നമ്മളൊരു ഇന്റർവെൽ i എന്നുള്ളൊരു ഇന്റർവെല്ലിലെ വാല്യൂസ് ആണ് tക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ ആ ഒരു ഇന്റർവെല്ലിനെ നമ്മൾ പറയുന്നത് പാരാമീറ്റർ ഇന്റർവെൽ എന്നാ പറയാം. ഓക്കെ, ഇഫ് i is a closed interval, അതായത് നമ്മുടെ പാരാമീറ്റർ ഇന്റർവെൽ i ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ a less than or equal to t less than or equal to b. ഓക്കെ, അതായത് t ന്റെ വാല്യൂ എന്താണ്? a മുതൽ b വരെയുള്ള ഏത് വാല്യൂ ആവാം എന്ന് പറഞ്ഞ മീനിങ് നമ്മുടെ ഇന്റർവെൽ i ഏതാണ്?
ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. ഓക്കെ, അപ്പൊ ഈ ഇന്റർവെല്ലിലെ അകത്തുള്ള ഏത് വാല്യൂ നമുക്ക് ടീന് കൊടുക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടീന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ പറ്റും? എ മുതൽ ബി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പോയിന്റ് എഫ് ഓഫ് എ കോമ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ടിക്ക് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സ്ഥലത്തും ഏറ്റവും ലെഫ്റ്റിലുള്ള പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ഇന്റർവെല്ലിലെ ഏറ്റവും ആദ്യത്തിലുള്ള പോയിന്റ് ഏതാ? എ. അത് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കുക. എഫ് ഓഫ് എ ജി ഓഫ് എ എന്നല്ലേ നമുക്ക് കിട്ടുക. ഈ എഫ് ഓഫ് എ ജി ഓഫ് എ എന്നുള്ള പോയിന്റ് നമ്മൾ എന്താ പറയാ? ഈസ് ദ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയും. നമ്മൾ ഇന്റർവെല്ലിൽ ആദ്യത്തെ പോയിന്റ് പാരാമെട്രിക് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് നമ്മൾ ആ പോയിന്റ് നമ്മൾ എന്ത് പറയും? ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയും. കർവിന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയും. ഇനി അവസാന പോയിന്റ് ബി കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് ബി ജി ഓഫ് ബി. ഓക്കെ, അപ്പൊ എഫ് ഓഫ് ബി ജി ഓഫ് ബി നമ്മൾ എന്താ പറയാ? ഈസ് ദ ടെർമിനൽ പോയിന്റ് ഓഫ് ദി കർവ്. കർവിന്റെ ടെർമിനൽ പോയിന്റ്, അതായത് അവസാനത്തെ പോയിന്റ് നമ്മൾ എന്തിനു പറയാ? എഫ് ഓഫ് ബി ജി ഓഫ് ബി നെ പറയാം. ഓക്കെ, ഇനി നോക്കൂ, when we give parametric equations and a parameter interval for a curve in the plane, we say that we have parametrized the curve. ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു? ഒരു കർവിന് ഒരു പാരാമെട്രിക് ഇക്വേഷൻ കൊടുത്തു, ഒരു പാരാമീറ്റർ ഇന്റർവെൽ നമ്മൾ നൽകി. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു കർവിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? പാരാമെട്രിക് ഇക്വേഷൻ ആക്കി മാറ്റി. അതേപോലെ ഒരു പാരാമീറ്റർ ഇന്റർവെലും നൽകി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ആ കർവിനെ നമ്മൾ പാരാമെട്രൈസ്ഡ് ചെയ്തു എന്നാ പറയാം. ഓക്കെ, ദ കർവ് ഈസ് പാരാമെട്രൈസ്ഡ് എന്നാ പറയാം. കർവ് എന്തായി? പാരാമെട്രിക് ആയി മാറി. ഓക്കെ, the equations and interval constitute a parametrization of the curve. ഈ ഇക്വേഷൻസും ഇന്റർവെലിനും കൂടെ നമ്മൾ ഒരുമിച്ച് എന്താ നമ്മൾ പറയാം? പാരാമെട്രൈസേഷൻ എന്നാ പറയാം. ഓക്കെ, കർവിന്റെ പാരാമെട്രൈസേഷൻ എന്ന് നമ്മൾ പറയാം. ഇനി നോക്കൂ, നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു ഫിഗർ വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, നോക്കൂ, നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ ഒരു എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു, അതാണ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തും. അതാണ് പാർട്ടിക്കിളിന്റെ മൂവ് ചെയ്ത ഭാഗങ്ങൾ. അപ്പൊ നോക്കൂ, ഞാൻ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഭാഗങ്ങളിലൂടെ ഒക്കെ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നത്? പാർട്ടിക്കിളിന്റെ ഗ്രാഫ് കിട്ടുന്നുണ്ട്. പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഗ്രാഫ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ പറയാം ട്രേസ് ചെയ്യാന്നാ പറയാം. പാത്തിനെ ട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാത്തിനെ വരയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത അല്ലെങ്കിൽ ട്രേസ് ചെയ്ത ഒരു ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നോക്കൂ, ഇവിടാണ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിലൂടെ മൂവ് ചെയ്ത് ഇതാണ് ഇതിന്റെ ടെർമിനൽ പോയിന്റ്. ഓക്കെ, ഇതാണ് എന്ത്? ഇനീഷ്യൽ പോയിന്റ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ ടെർമിനൽ പോയിന്റിൽ എത്തി. ഓക്കെ, അപ്പൊ നോക്കൂ, ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തി കഴിഞ്ഞാൽ മേ ബി നമുക്ക് എന്ത് പറയാം? അവിടെ എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ഒരു കർവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇതൊരു കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. എന്ത്? എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ടി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു വേരിയബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ആ ടീനെ ടൈം ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഒരു പെർട്ടിക്കുലർ ടൈമില് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നോക്കൂ, ഇവിടെ ടി ഈക്വൽ ടു 0 എന്ന് കൊടുത്ത മീനിങ് എന്താ? ടൈം 0 ആവുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല എന്ന മീനിങ്. ടൈം 0 എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ടൈം 0 ആകുമ്പോൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഇനി ടൈം കൂടുന്നതിനനുസരിച്ച് ഓക്കെ, അപ്പൊ ടി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഇനി ടൈം ഒരു പെർട്ടിക്കുലർ നമ്പർ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ പാർട്ടിക്കിൾ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ ടി നമ്മൾ പറഞ്ഞു, ടി എന്നുള്ളത് എന്താണ്? ഒരു ഐ എന്നുള്ള ഇന്റർവെല്ലുള്ള ഒരു വാല്യൂ ആണ്. ഐ എന്നുള്ള ഇന്റർവെൽ എന്താവാം? ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ആവാം, അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ഒക്കെ ആവാം. ഓക്കെ, അപ്പൊ ഈ ഇന്റർവെല്ലിലെ എ എന്നുള്ള പോയിന്റ് ആണ് എന്ത്? നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ചിലപ്പോൾ ഇത് 0 ആണെങ്കിലോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടിക്ക് നമ്മൾ 0 കൊടുക്കുക. അപ്പൊ മീനിങ് എന്താണ്? ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ടി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഒരു പൊസിഷനിലെത്തും. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു സമയം നമ്മൾ എടുക്കുക. ഇപ്പൊ നമുക്കറിയില്ല, ഒരു ടൈം ടി തന്നെ എടുക്കുക. അതിന് ടി എന്നുള്ള സമയത്തുള്ള പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഏതായിരിക്കും? എഫ് ഓഫ് ടി ജി ഓഫ് ടി ആയിരിക്കും. അതാണ് ഈ പൊസിഷൻ. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടി എന്നുള്ള വേരിയബിൾ നിങ്ങൾ എന്തായിട്ട് എടുക്കുക, ടൈം ആയിട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 1, ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, അതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ എന്താണ്, എച്ച് കോമ കെ എന്നുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, നമ്മളൊരു പ്ലെയിനിൽ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനൊരു എക്സ് കോർഡിനേറ്റ് ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും. അതിന് എക്സ് കോർഡിനേറ്റ് എച്ച് ആണ്, വൈ കോർഡിനേറ്റ് കെ ആണ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് അതിനൊരു റേഡിയസ് ഉണ്ട് 6. ഓക്കെ, ഇങ്ങനെ എച്ച് കെ സെന്റർ ആയിട്ട് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ സെന്ററിന്റെ പോയിന്റ്സ് എച്ചും കെയും ഇവിടെയും കൊടുക്കുക, റേഡിയസ് 6 ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇതൊന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇത് എക്സ് മൈനസ് നോക്കൂ, ഇത് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇക്വേഷൻ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1, എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇക്വൽ ടു 1 സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് മൈനസ് 0 എന്ന് എന്താ, എക്സ് സ്ക്വയർ, വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ എന്താ, വൈ സ്ക്വയർ, 1 സ്ക്വയർ എന്ന് എന്താ 1. എന്ന് പറഞ്ഞാൽ 0 0 സെന്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ ഇക്വേഷന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലെ എക്സിനെ കോസ് ടി എന്ന് കൊടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് എഫിന് തരിക. അതേപോലെ വൈ ആണെങ്കിൽ വേറൊരു ടിയിലുള്ള വേറൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി. അപ്പൊ നമുക്ക് ഇവിടെ എക്സിനും വൈക്കും എന്താണ് തന്നിട്ടുള്ളത്, എക്സിന് എഫ് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് കോസ് ടി ആണ് തന്നിട്ടുള്ളത്, വൈക്ക് ജി ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് സൈൻ ടി ആണ് തന്നിട്ടുള്ളത്. അതേപോലെ ഒരു പാരാമീറ്റർ ഇന്റർവെൽ തന്നിട്ടുണ്ട്, ഏതാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ടിന്റെ വാല്യൂ 0 മുതൽ 2π വരെയുള്ള ഏത് വാല്യൂവും പറ്റും. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ടി ബിലോങ്സ് ടു 0, 2π, ക്ലോസ് ഇന്റർവെൽ 0, 2π. ഓക്കെ, അപ്പൊ നമ്മുടെ പാരാമീറ്റർ ഇന്റർവെൽ 0, 2π ആണ്, ക്ലോസ് ഇന്റർവെൽ 0, 2π ആണ്. പാരാമെട്രിക് ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി. ഓക്കെ, ഇനി നോക്കൂ, ഈ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇക്വേഷൻസിന്റെ മീനിങ് എന്താണ്, ഇറ്റ് ഡിസ്ക്രൈബ് ദ പൊസിഷൻ പി ഓഫ് എക്സ് വൈ ഓഫ് എ പാർട്ടിക്കിൾ ദാറ്റ് മൂവ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് അറൌണ്ട് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 ആസ് ടി ഇൻക്രീസസ്. നമ്മൾ ഇവിടുത്തെ ടിന്റെ വാല്യൂ 0 മുതൽ 2π വരെ, 0 എന്ന് ഇങ്ങനെ കൂടി 2π ആവുന്നത് വരെ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു പൊസിഷൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് വൈ എന്നുള്ള പോയിന്റ് ഉള്ള ഈ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്താൽ മീനിങ് എന്താണ്, ഈ ഇക്വേഷൻസ് നമ്മൾ ഈ ഇക്വേഷൻസിൽ ടിക്ക് നമ്മൾ 0 മുതൽ 2π വരെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾ ഈ സർക്കിളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മീനിങ് നോക്കൂ, ഇതാണല്ലോ നമ്മുടെ സെന്റർ 0 ആയിട്ടുള്ള റേഡിയസ് 1. ഇതാ ഇവിടെ ഈ പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ 1 ആണ്. ഓക്കെ, പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് 1, 0 ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഇത് റേഡിയസ് എന്താണ്, ഈ ലെങ്ത് 1 ആണ്. ഓക്കെ, ഇത് 0, 0, ഓക്കെ, 0, 0 എന്നുള്ള പോയിന്റ് സെന്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 ഉള്ള സർക്കിൾ ആണത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ, അത് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോക്കൂ, എക്സ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ കോസ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി ആണ്, കോസ് സ്ക്വയർ ടി. ഓക്കെ, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ ടിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ ടി. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. നമുക്ക് ഓൾറെഡി അറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, എന്താണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അതേപോലെ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്താണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, 1 എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആവണം. ഇവിടെ 1 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സിന് കോസ് ടിയും വൈക്ക് സൈൻ ടിയും കൊടുത്താൽ ഈ പാരാമെട്രിക് ഇക്വേഷൻ എന്ത് ചെയ്യും, നമ്മുടെ തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ മീനിങ് എന്താണ്, നമ്മൾ ഒരു പൊസിഷൻ
നമ്മൾ എന്ത് ചെയ്തു, ടൈം 0 കൊടുത്തു. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ടി നമുക്കറിയാം ടി ബിലോങ്സ് ടു 0,2π എന്നുള്ള ഇന്റർവെൽ ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ടീന്റെ വാല്യൂ 0 മുതൽ 2π വരെയാണ് കൊടുക്കാൻ പറ്റുക. ഇനി നോക്കൂ, ടീന് നമുക്ക് ആദ്യം 0 കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ടിക്ക് നമ്മൾ 0 കൊടുത്തു. അപ്പൊ നോക്കൂ, നമ്മൾ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്താ നമുക്ക് കിട്ടുക, എക്സ് കോസ് ടി ആണല്ലോ. എന്ന് പറയുമ്പോൾ ടിക്ക് 0 കൊടുക്കുക, എന്ന് പറയുമ്പോൾ കോസ് 0. വൈ എന്താ നമുക്ക് കിട്ടുക, സൈൻ ടി ആണല്ലോ. ഓക്കെ, എക്സ് കോസ് ടിയും വൈ സൈൻ ടി ആണല്ലോ. എക്സ് നമ്മൾ ടിക്ക് ആദ്യം 0 കൊടുക്കുക, അപ്പൊ കോസ് 0 സൈൻ 0 എന്ന് വരും. നോക്കൂ, കോസ് 0ന്റെ വാല്യൂ എത്രയാണ്, കോസ് 0 1 ആണ്. സൈൻ 0 എന്താണ്, സൈൻ 0ന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം 0 ആവുമ്പോൾ, എന്ന് പറയുമ്പോൾ ടി 0 ആവുമ്പോൾ നമ്മൾ എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏതാണ്, എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ്, അതായത് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ടി. എന്ന് പറയുമ്പോൾ നമ്മൾ കോസ് 0 സൈൻ 0 എന്താണ്, കോസ് 0 1 ആണ്, സൈൻ 0 എന്താണ്, 0 ആണ്. അപ്പോൾ 1,0 എന്നുള്ള പോയിന്റ് കിട്ടുക. എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏതാണ്, 1 0. നോക്കൂ, നമ്മൾ ഈ ഒരു പ്ലെയിനിൽ 1 0 എവിടെ മാർക്ക് ചെയ്യാം, എക്സ് 1ഉം വൈ 0യും എന്ന് പറഞ്ഞാൽ ഇതല്ലേ പോയിന്റ്, ഇതല്ലേ നമ്മുടെ 1 0 എന്നുള്ള പോയിന്റ്. അപ്പൊ ടൈം 0 ആവുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയാണ്, ഇവിടെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി നോക്കൂ, ടീന്റെ വാല്യൂ 0 കഴിഞ്ഞാൽ വാല്യൂ കൂടും, കൂടി എന്ത് ചെയ്യും, കുറച്ച് കൂടി കഴിഞ്ഞാൽ എന്താവും, π/6 π/4 അങ്ങനെ കൂടി നോക്കൂ, ആ ടി കൂടുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്ത് നോക്കൂ, ടൈം π/2 ആവുമ്പോൾ, ഓക്കെ, ഇപ്പൊ ടി π/2 ആവുമ്പോൾ നമ്മുടെ വാല്യൂ എന്തായിരിക്കും, നോക്കൂ, നമ്മൾ ഇവിടെയൊക്കെ ടിക്ക് നമ്മൾ എന്ത് ചെയ്യാം, π/2 കൊടുക്കാം. ഓക്കെ, നമ്മൾ ടൈം π/2 ആണെങ്കിൽ നോക്കൂ, നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുക. ഇപ്പൊ നോക്കൂ, ടി π/2 ആണെങ്കിൽ എക്സ് കോസ് π/2 സൈൻ π/2 എന്ന് വരും. കോസ് π/2ന്റെ വാല്യൂ എന്താണ്, അത് 0 ആണ്. ഓക്കെ, സൈൻ π/2ന്റെ വാല്യൂ 1 ആണ്. എന്ന് പറയുമ്പോൾ ടൈം π/2 ആവുമ്പോൾ എക്സ് കോമ വൈ എന്നുള്ള പോയിന്റ് ഏതാ വരിക, 0,1 ആ വരിക. ഓക്കെ, അപ്പൊ 0,1 എന്നുള്ള പോയിന്റ് ഏതാ, ഇതാണ് നമ്മുടെ 0,1 എന്ന് പറയുമ്പോൾ എക്സ് 0യും വൈ 1ഉം. ഓക്കെ, എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലെ 1 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്, ഇതാണ് നമ്മുടെ 0,1 എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ ടൈം 0 ആകുമ്പോൾ ഈ പോയിന്റ്, പിന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിൾ എന്ത് മൂവ് ചെയ്ത് π/2 ആകുമ്പോൾ ഇവിടെ എത്തും. ടൈം കൂടി ടൈം പൈ ആവുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തും. ടൈം പിന്നെ കൂടി 3π/2 ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തും. പിന്നെ ടൈം കൂടി 2π ആവുമ്പോൾ എന്ത് ചെയ്യും, ഇതേ സ്ഥലത്ത് തന്നെ എത്തും. അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്ത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് 2π എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ സർക്കിൾ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണ്, x² + y² = 1 എന്നുള്ള സർക്കിളിന്റെ ഇക്വേഷൻ. അതെന്താണ്, 0 0 സെന്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും, x = cos t, y = sin t, 0 ≤ t ≤ 2π. നോക്കൂ, ഈ ഇക്വേഷൻ ഈ ഒരു പാർട്ടിക്കിൾ, ഓക്കെ, ഈ സർക്കിളിനെ ഒരു തവണ കംപ്ലീറ്റ്, ഓക്കെ, ടീന്റെ വാല്യൂ 0 മുതൽ 2π വരെ എത്തുമ്പോൾ ഒരു കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഒരു കംപ്ലീറ്റ് സർക്കിൾ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ട്രേസ് ചെയ്യും. ട്രേസ് എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 2, എ സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷനും പാരാമീറ്റർ ഇന്റർവെല്ലും എന്തായിരിക്കും നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു, എക്സിന് കോസ് ടി എന്ന് കൊടുത്തു, വൈക്ക് സൈൻ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, മൈനസ് സൈൻ ടി എന്ന് കൊടുത്തു. ഓക്കെ, നേരത്തെ സർക്കിൾ ഇക്വേഷനിൽ എക്സ് കോസ് ടി വൈ സൈൻ ടി ആയിരുന്നു, ഇവിടെ മൈനസ് സൈൻ ടി ആണ്. ഓക്കെ, മൈനസ് കൊടുത്താൽ എന്താണ് മാറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, അതേപോലെ നേരത്തെ ഇന്റർവെൽ 0 ≤ t ≤ 2π ആയിരുന്നു, ഇവിടെ പൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പാരാമീറ്റർ ഇന്റർവെൽ ഏതാണ്, t ബിലോങ്സ് ടു 0,π ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ this equation describe the position p of xy of a particle that moves clockwise around the circle x² + y² = 1 as t increases from 0 to 2π. ന്റെ വാല്യൂ 0 മുതൽ π വരെ കൂടുമ്പോൾ, ഓക്കെ, എന്ത് ചെയ്യും, ഈ x² + y² എന്നുള്ള സർക്കിളിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ p of xy ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ പാർട്ടിക്കിളിന്റെ
പൊസിഷൻ ഏതാണെന്നുള്ളതാണ് ഈ ഇക്വേഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾ ടിക്ക് ഇവിടെ വാല്യൂസ് കൊടുത്തു നോക്കാം. നോക്കൂ, ടിന്റെ വാല്യൂസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിന് കൊടുത്തതുപോലെ, എക്സാമ്പിൾ കൊടുത്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ടിക്ക് ആദ്യം 0 കൊടുത്തു നോക്കാം. നോക്കൂ, ടിക്ക് 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ടൈം 0 ആവുന്നു. നോക്കൂ, എക്സ് കോസ് 0 എന്നല്ല വരിക, എക്സ് ഈക്വൽ ടു കോസ് 0 നമുക്കറിയാം, കോസ് 0ന്റെ വാല്യൂ 1 ആണ്. നമുക്ക് y ഈക്വൽ ടു എന്താ വരിക, മൈനസ് സൈൻ 0. ഓക്കെ, സൈൻ 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പൊ മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാലും 0 എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏതാ വരിക, ടൈം 0 ആകുമ്പോൾ എക്സ് വൈന്റെ വാല്യൂ 10 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ ഒരു ഓക്കെ എക്സ് വൈ ആക്സിസ് നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യാം. ഓക്കെ, എക്സ് വൈ ആക്സിസ് നമ്മൾ ഡ്രോ ചെയ്യാം. ടൈം 0 ആകുമ്പോൾ എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏതാണ്, 10 ഏതാണ്, ഇതാ ഈ പോയിന്റ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇത് 1 ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ടൈം 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് ഇവിടെ സ്റ്റാർട്ടിങ് അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ടൈം 0 ആകുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 1 ഉം വൈ ആക്സിസിൽ 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നോക്കൂ, ടൈം ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു π/2 കൊടുത്തു. ടൈം π/2 കൊടുത്തു നോക്കും, ഞാനിവിടെ ടൈം എന്ത് ചെയ്തു, 0 ഉള്ളത് π/2 ആക്കി. അപ്പൊ എന്ത് ചേഞ്ച് വരും നോക്കാം. ഓക്കെ, അപ്പൊ ടൈം ടി π/2 കൊടുത്തു. അപ്പൊ എക്സ് ഈക്വൽ കോസ് ടി ആണല്ലോ, കോസ് ടി എന്ന് പറയുമ്പോൾ കോസ് π/2. നമുക്കറിയാം കോസ് π/2ന്റെ വാല്യൂ എന്താണ്, അത് 0 ആണ്. ഓക്കെ, കോസ് π/2ന്റെ വാല്യൂ 0 ആണ്. ഇനി നോക്കൂ, മൈനസ് സൈൻ, നോക്കൂ ഇവിടെ സൈന് മൈനസ് സൈൻ ടി ആണല്ലോ, ടി എന്ന് പറയുമ്പോൾ π/2, മൈനസ് സൈൻ π/2. ഈ സൈൻ π/2ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക, -1 എന്നാ വരിക. അപ്പൊ ടൈം π/2 ആകുമ്പോൾ ഈ പൊസിഷൻ പാർട്ടിക്കിൾ എവിടെ ഉണ്ടായിരിക്കുക, എക്സ് വൈ എന്നുള്ള പോയിന്റ്, അതായത് 0 -1 ഉണ്ടായിരിക്കുക. എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റിൽ 0 വൈ കോർഡിനേറ്റിൽ -1 എവിടെയാണ്, ഈ പോയിന്റ് ആണ് 0 -1 എന്നുള്ള പോയിന്റ്. അപ്പൊ ടൈം π/2 ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ എവിടെ എത്തും, ഇവിടെ എത്തും. അപ്പൊ ടൈം ഇങ്ങനെ കൂടി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, 0 -1 ഉണ്ടാവും. ഓക്കെ, π/2 എത്തുമ്പോൾ പിന്നെ കൂടി പൈ എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഓക്കെ നിങ്ങൾ ടി പൈ കൊടുക്കുക. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ടി ടൈം പൈ കൊടുക്കുക. ടി പൈ കൊടുത്താൽ മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു കോസ് പൈയും വൈ ഈക്വൽ ടു മൈനസ് സൈൻ പൈയും വരും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ മൈനസ് സൈൻ പൈന്റെ വാല്യൂ എന്താണ്, സൈൻ പൈന്റെ വാല്യൂ 0 ആണ്. അപ്പൊ -0 എന്ന് പറയുമ്പോൾ 0 വരും. ഓക്കെ, നമ്മുടെ വൈ കോർഡിനേറ്റ് എന്താ കിട്ടുക, 0 കിട്ടുക. അതുപോലെ കോസ് പൈന്റെ വാല്യൂ -1 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് എന്ത് കിട്ടി, എക്സ് കോർഡിനേറ്റ് -1 വൈ കോർഡിനേറ്റ് 0 എന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ എക്സ് -1 വൈ 0 എന്ന് പറയുമ്പോൾ ഏതാ പോയിന്റ്, ഇതാ ഇവിടെ ഈ പോയിന്റ്. ഓക്കെ, എക്സ് ഇത് 1 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ, അപ്പൊ 0ന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 1 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് -1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതാ വരിക, -1, 0. ഓക്കെ, അപ്പൊ ടി പൈ ആവുമ്പോൾ -1, 0 എന്നുള്ള പോയിന്റിൽ എന്ത് ഈ പാർട്ടിക്കിൾ എത്തി നിൽക്കും. എന്ന് പറയുമ്പോൾ നോക്കൂ, ഇത് നമ്മുടെ ക്ലോക്കിലെ സൂചി എങ്ങനെ കറങ്ങാം, ഇങ്ങനെയല്ലേ. അപ്പൊ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ഒരു പൊസിഷനിൽ ടൈം 0 ആവുമ്പോൾ ഈ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ടൈം പൈ ആവുമ്പോൾ ഇവിടെ എത്തി നിർത്തും. എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, ഒരു സർക്കിളിന്റെ പകുതിയല്ലേ. എന്ന് പറയുമ്പോൾ സെമി സർക്കിളിന്റെ ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സെമി സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള സെമി സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ, എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു മൈനസ് സൈൻ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. നോക്കൂ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കറങ്ങുന്നത്. എന്ന് പറയുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, അങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, സർക്കിൾ ആണെങ്കിൽ എക്സ് കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി. കംപ്ലീറ്റ് സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക 0 മുതൽ 2π വരെ കൊടുക്കണം. സെമി സർക്കിൾ ആണെങ്കിൽ 0 മുതൽ π വരെ കൊടുത്താൽ മതി. ഓക്കെ,